അപ്പോൾ ഈ നിൽക്കണവർ എന്താണ് ബിവറേജിൽ ക്യൂ നിൽക്കുക അല്ലെങ്കിൽ റേഷൻ കടയിൽ ക്യൂ നിൽക്കണ ഒരു കാഴ്ചയല്ല പുറകിൽ കാണുന്നത്. അവർ രാവിലെ 7 മണി തൊട്ട് അല്ലെങ്കിൽ അതിന് മുന്നേ വന്നിട്ട് ഇവിടെ മുദ്ര പേപ്പറിന് വേണ്ടി ക്യൂ നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇതെല്ലാവരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണെന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകണം. ഞാനിപ്പോൾ ഉള്ളത് എടപ്പള്ളി റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് ഇവിടെ മുദ്ര പേപ്പറും മറ്റുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ എഴുതുന്ന ആ ഏരിയയിലാണ്. ഇവിടെ ബാക്കിൽ കുറേ പേര് നിൽക്കണുണ്ട്. ഇവർ രാവിലെ വന്ന് നിൽക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ മുദ്ര പേപ്പറിന് വേണ്ടി കഷ്ടപ്പെട്ട് വന്ന് രാവിലെ നിൽക്കണതാണ്. ഇപ്പോഴും നമുക്ക്, അതായത് നമ്മൾ ഇന്ത്യ ഡിജിറ്റൽ ഇന്ത്യ എന്നാണ് പറയുന്നത്. പക്ഷേ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാത്തു നിൽക്കുന്നുണ്ടല്ലേ. കാലത്ത് 6 മണി 7 മണി മുതലാക്കിയാണ് ആളുകൾ ഇവിടെ വരിയായിട്ട് കാത്തു നിൽക്കുന്നത്. ഇവിടെ ചായ പിടിക്കാൻ പോയിട്ട് തൊട്ട് അപ്പുറത്ത് നിൽക്കുന്നവരൊക്കെ നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുദ്രപത്രം മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്ര കയ്യിലെ പൈസയും കൊടുത്തിട്ടൊരു മുദ്രപത്രം മേടിക്കാനായിട്ട് വരി നിൽക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്കൂളിൽ പോകുന്ന ആളുകളൊക്കെ കുറേ നേരം കാത്തു നിന്നിട്ട് ഇത് ഷോപ്പ് തുറക്കാതെ കണ്ട് അത് വിട്ടുപോയി. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാൾക്കാരോട് പറയാൻ മുദ്രപത്രം മേടിക്കാം. ടെക്നോളജിയൊക്കെ നല്ലതാണ്. മുദ്രപത്രം ലഭിക്കേണ്ട കാര്യങ്ങളിൽ മുദ്രപത്രം ലഭിക്കണം. നമ്മൾ ഡിജിറ്റൽ ഇന്ത്യ എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ റേഷൻ പീടികയിലേക്ക് സാധനങ്ങൾ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ പല സമയങ്ങളിൽ ഹാങ് ആവുന്നൊരവസ്ഥ. ഇതെല്ലാം മാറേണ്ടതായി. ഇപ്പോൾ സ്വിഗ്ഗിയും സൊമാറ്റോയൊക്കെ നമുക്ക് യഥേഷ്ടം സാധനങ്ങൾ ഒരു ഹാങ് ആവാതെ സപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ മൊത്തത്തിൽ താറുമാറാവുന്ന ഒരു അവസ്ഥയുണ്ട്. ഞാൻ പറയുന്നത് മാത്രമല്ല, ഇവിടെ വന്നുള്ളവർക്ക് അറിയാൻ പറ്റും അവരുടെ പ്രയാസങ്ങൾ എത്രത്തോളാണെന്നും. ജോർജ് ഒന്ന് ചോദിച്ചു നോക്കൂ. ചേട്ടാ, എത്ര നേരം ഇപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കണത്? ഞാനും നിൽക്കണതാണ്. 8 മണി തൊട്ട് നിൽക്കണേ. അതായത് ഞാൻ 6:45 വന്ന് നിൽക്കുന്നതാണ്. കൊച്ചുങ്ങളെ സ്കൂളിൽ വിട്ടിട്ട് വന്ന് നിൽക്കുന്ന നിപ്പാണ്. ഇത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാര്യം 10 മണിക്ക് ഹൈക്കോടതി, ഞാനൊരു അഭിഭാഷകനാണ്, 10 മണിക്ക് ഹൈക്കോടതി പോകണം. അപ്പോൾ ഇത് എൻ്റെ ആവശ്യത്തിന് വേണ്ടി വന്ന് നിൽക്കുന്നതല്ല. കാര്യം ഞാൻ താമസിക്കുന്നൊരു ഫ്ലാറ്റിലാണ്. അപ്പോൾ അവിടെ ഒരു വയസ്സായിട്ടുള്ള 2 അച്ഛനും അമ്മയുണ്ട്. അപ്പോൾ അവർക്ക് അവരുടെ വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു അഫിഡവിറ്റ് തയ്യാറാക്കണം. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. പക്ഷേ ഇവിടെ ഇങ്ങനെ ക്യൂ നിൽക്കാനായിട്ട് ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ 200 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ മേടിക്കണമെങ്കിൽ 400 രൂപ അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. കൊടുക്കാൻ നമ്മുടെ കയ്യിൽ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ വന്ന് നിൽക്കണം. പക്ഷേ കാര്യം നമുക്കൊരു ഇരിക്കാൻ പോലും ഒരു സ്ഥലമില്ല ഇവിടെ. ഈ പട്ടികളെ പോലെയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന 7ാമത് നിന്നൊരു ചേട്ടൻ ഇപ്പോൾ ഓട്ടോറിക്ഷയിൽ അമൃതയിലേക്ക് കൊണ്ടുപോയി. കാര്യം പുള്ളി തലറിഞ്ഞ് വീണിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിവിശേഷങ്ങളൊക്കെ മാറ്റണം. കാര്യം ജനങ്ങളെന്നും ഈ സർക്കാരിൻ്റെ ഒപ്പം നല്ല രീതിയിൽ നിലനിൽക്കുന്നതാണല്ലോ. അപ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യതയും സർക്കാരിനുള്ളതാണ്. കഷ്ടമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെയും ക്യൂ ഉണ്ട്, അതുപോലെ തന്നെ അവിടെയും ക്യൂ ഉണ്ട്. ഹൈക്കോടതിയിലും ക്യൂ ആണ്. അവിടെ അതല്ല, അവിടെ ജില്ലാ കോടതിയിലാണെങ്കിലും ഹൈക്കോടതിയിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു 2 മണി കഴിഞ്ഞിട്ട് വക്കീൽമാർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ജനങ്ങളുടെ സാധാരണ ഡ്രസ്സ് മാറി ഒരു കറുത്ത കോട്ടും ഗൗണും ഇട്ടിട്ടുള്ള ആൾക്കാർ ഉച്ച കഴിഞ്ഞ് നിൽക്കുന്നു. അത്രയേ വ്യത്യാസമുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ നിപ്പ് നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ഒരു ഇറച്ചിക്കടയുടെ മുമ്പിൽ ഇറച്ചി മേടിക്കാൻ നിൽക്കുന്ന അവസ്ഥയിലാണ്, ഒരു പട്ടി ചന്തയ്ക്ക് നിൽക്കുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഭയങ്കര മോശമാണ്. ഇങ്ങനെയൊന്നും ജനങ്ങളോട് കാണിക്കരുത്. 2025 എന്നല്ല കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാം എനിക്ക് തോന്നണം ഇപ്പോൾ RC ബുക്കും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസും ഒക്കെ ഇപ്പോൾ പരിവാൻ വഴി കിട്ടുന്നൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു തോന്നുന്നുണ്ട്. ഇത് ചിലപ്പോൾ നമ്മൾ ഇതിൻ്റെ കുറച്ച് എന്തിനും രക്തസാക്ഷികൾ വേണമല്ലോ. അപ്പോൾ കുറേ ഒരു 2-3 വർഷം നമ്മളെപ്പോലുള്ള ആൾക്കാർ രക്തസാക്ഷികളാകുമ്പോൾ ചിലപ്പോൾ ഇതും ഡിജിറ്റലാവുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. ഡിജിറ്റലാണ്, പക്ഷേ ഈ നിൽപ്പ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനം ചെയ്യുക. ഒന്നിനും പറ്റുന്നില്ല. കാര്യം ഒരു അഫിഡവിറ്റ് തയ്യാറാക്കാനോ റെൻ്റൽ എഗ്രിമെൻറ്റ് തയ്യാറാക്കാനോ ഒന്നിനും പറ്റില്ല. ഇനി ഇത് കിട്ടിയിട്ട് വേണം ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി നിൽക്കാനായിട്ട്. അവരുടെ സമയം നോക്കി അവിടെ നിൽക്കണം. അപ്പോൾ ഒരു ദിവസം പോക്കാണ്. ഒരു ദിവസമല്ല, 1-2 ദിവസം പോക്കാണ്. നിങ്ങളെപ്പോലെയുള്ളവർക്ക് ഇത് എങ്ങനെയെങ്കിലും അധികാരപ്പെട്ട സ്ഥാപനങ്ങളിലേക്കൊക്കെ എത്തിക്കുക. അതാണ് നമുക്ക് പറയാനുള്ളത്. അല്ല, തീർച്ചയായിട്ടും ഞാനും ഇങ്ങനെ പോയി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ ജോഫി ചേട്ടൻ അദ്ദേഹം ബ്ലോഗ് ചെയ്ത് എഴുതിയേക്കണ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം. ഞാൻ അനുഭവിക്കണതാണ് ഇപ്പോഴും. അല്ല, ഇത് നിങ്ങളെപ്പോലെയുള്ള വ്ളോഗേഴ്സൊക്കെ നല്ല രീതിയിൽ ഇത് എടുത്ത്, കാര്യം ഇത് നമ്മളൊരു മോശമാക്കി കൊണ്ടുപോകാനല്ല പറഞ്ഞത്, ഈ ഒരു അവസ്ഥ ഒന്ന് മാറ്റി തരിക. അതെ. എനിക്കൊക്കെ മുട്ടിന് വേദനയുള്ള ഒരു മനുഷ്യനാണ്. ഇപ്പോൾ എത്ര നേരം നിൽക്കണമെന്ന് അറിയാൻ പാടില്ല.
6:45 നിപ്പ് തുടങ്ങിയത്, മണി ഇപ്പോൾ 9:30. ഭയങ്കര വിഷമമുള്ള കാര്യമൊന്നുമില്ല. ഓക്കെ ശരി, താങ്ക് യു. പേര് എൻ്റെ ഒരു ധനേഷ്. ചേട്ടനെപ്പോ വന്നേട്ടോ? ഞാൻ 8 മണിക്ക് വന്നതാണ്. ക്യൂവിൽ നിൽക്കുകയാണ്. ഇവർ 10 മണിയാവും വരുമ്പോൾ എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടിക്കൽ തന്നെയാണ്. എനിക്ക് ഒരു 3-4 അപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് റെൻ്റൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കാനായിട്ട് ഉള്ള അതിന് വേണ്ടിയിട്ട് അല്ല, ആളുടെ എണ്ണം കൂടി എല്ലാവർക്കും കിട്ടണമെന്നില്ല. അതിനാണ് ഈ രാവിലെ വന്നിരിക്കുന്നത്. അവിടെ താമസിക്കുന്ന ആൾക്കാർ വന്ന് ഇവിടെ ക്യൂ നിന്നിട്ട് അവർ ജോലിക്കാരാണ്. അതിൻ്റെ ഇടയ്ക്ക് വന്ന് ക്യൂ നിന്നിട്ട് 2 ദിവസം അവർ തിരിച്ച് നിന്നിട്ട് അവർക്ക് കിട്ടിയില്ല. അവർ തിരിച്ചു പോയി. ഇത്രയും ക്യൂ നിന്നാൽ പോലും ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോക്കൺ നമ്പറായി നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പോഴായിരിക്കും ഇവിടെ സെർവർ ഡൗൺ ആവുന്നത്. അപ്പോൾ നമ്മളെ മാറ്റി നിർത്തും. പിന്നെ ഒന്നേന്ന് വീണ്ടും ചെയ്യണം. സെർവർ ഡൗൺ ആവുക, നെറ്റ്വർക്ക് ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ കറണ്ട് പോവുക. ഭയങ്കര ബുദ്ധിമുട്ടാണിത്. എനിക്കിത് 2ാമത്തെ പ്രാവശ്യത്തെ അനുഭവമാണ്. ഇതിപ്പോൾ ഡിജിറ്റലാക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷേ ജനങ്ങൾക്ക് ഇതൊരു ദ്രോഹമായിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഈ സ്റ്റാമ്പ് പേപ്പറിന് പകരം ഇപ്പോൾ അവർ ഡിജിറ്റലാക്കണം എന്നുള്ളത് ഓക്കെ. പക്ഷേ ഇത് ഞങ്ങൾ കാലത്ത് പോലെ വൈകുന്നേരം വരെ ക്യൂ നിൽക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞാൽ ജനങ്ങൾക്കൊരു ദ്രോഹം ചെയ്യുന്ന ഒരു സിസ്റ്റമായിട്ട് മാറി. അപ്പോൾ അതൊന്ന് ഗവൺമെൻറ് തരത്തിലാണെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തണം. അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും വേണ്ടത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു സൈറ്റിൽ കയറിയിട്ട് നമുക്ക് തന്നെ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ആ ഫീസ് നമ്മൾ തന്നെ നേരിട്ട് അടച്ചാൽ പോലും നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ നിർത്തേണ്ട കാര്യമില്ലല്ലോ. ഇവരും ചെയ്യണത് അത് തന്നെയാണല്ലോ. ഒരു വെള്ള പേപ്പറിൽ ഇവർ പ്രിൻ്റ് എടുത്ത് തരുന്നു. അതല്ലാതെ വ്യത്യാസങ്ങളൊന്നുമില്ല. അത് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇപ്പോൾ എത്രയോ ഇതുണ്ട്, നമ്മൾ ഫീസ് അടച്ച് നമുക്ക് നമ്മുടെ വീട്ടിലെ പ്രിൻ്ററിൽ നിന്ന് പ്രിൻ്റ് എടുക്കുന്നത്. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരണം. ചേട്ടാ എത്ര നേരം ഇവിടെ 9 മണി തൊട്ട് വന്നിരിക്കണേ. ഫെമിൻ. അല്ല, ഇത് ഇത്രയും പേരൊക്കെ വന്ന് നിൽക്കണ്ട്. നേരത്തെ ഇനി കിട്ടുമോ? കിട്ടണമെന്നില്ല. സെർവർ ഡൗൺ ആണെങ്കിൽ നമ്മൾ പിന്നെ ആദ്യം മുതൽ ഇതൊക്കെ ഒന്നേം കൂടെ പ്രോസസ് ചെയ്യണം. അത് കിട്ടണമെന്ന് തന്നെ ഇല്ല. സെർവർ ഡൗൺ ആവുക, കറണ്ട് പോവുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് ആരും കളിയാക്കാൻ വേണ്ടിയല്ല, നേരെ മറിച്ച് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി മാറ്റം വരണം. ഇത് ചെയ്യേണ്ടതെന്ന് നമുക്ക് തന്നെ ഇത് എടുക്കാനുള്ള ഗവൺമെന്റ് തന്നെ നമ്മൾ കാശ് കൊടുക്കണ്ട്. കാശ് കൊടുത്തിട്ട് നമുക്ക് തന്നെ ഇത് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അത്രയും എളുപ്പമായിരിക്കും. അതാണ് ശരിക്കും ഇതിനുള്ള ഏറ്റവും നല്ല പോകുന്നത്. തീർച്ചയായിട്ടും ഒരു മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, എത്രയും പെട്ടെന്ന് വരട്ടെ. അതെ. ചേട്ടാ പേരെന്താണ്? അബ്ദുള്ള. പേപ്പർ കിട്ടുമെന്ന് ഉറപ്പുണ്ട്? ഇവിടെ വന്നിട്ട് ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞ് ക്യൂ നിന്ന് കഴിഞ്ഞാൽ ടോക്കൺ തരും. അപ്പോൾ അത് ഓൺലൈനിലായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ 8:30 മണിക്ക് വന്നോളാൻ പറഞ്ഞു. 8:30 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നതാണ്. ഇപ്പോൾ വന്ന് ഇവിടെ നിൽക്കണേണ്. എന്നാലും നമുക്ക് ഉറപ്പില്ല, ഉറപ്പൊന്നുമില്ല. ഇവിടെ തുറന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ എന്താണ് സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും ഒരു മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് നമുക്ക് കിട്ടാതെ വൃത്തിയില്ലല്ലോ. ഇതൊക്കെ പൈസ കൊടുത്താണെങ്കിലും കിട്ടണം. കിട്ടാൻ വേണ്ടി നമ്മൾ നമ്മുടെ സമയം വെറുതെ ഇതിനു വേണ്ടി ചിലവഴിക്കണേണ്. ചേട്ടൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു മാനസികാവസ്ഥയാണ്. അത് കിട്ടാതെ നിവർത്തിയില്ല. പക്ഷെ അത് അങ്ങനെയല്ല ചെയ്യുന്നത്. കാരണം നമ്മള് പണിയെടുത്ത കാശ് കൊടുത്തിട്ടാണ് ഇത് വാങ്ങുന്നത്. വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ട് ബുദ്ധിമുട്ടി കിട്ടണം. അപ്പോൾ ബുദ്ധിമുട്ടിക്കണം മാറ്റി തരിക. എത്രയോ എളുപ്പത്തിൽ ആളുകൾക്ക് സേവനങ്ങൾ ചെയ്യാനായിട്ടുള്ള സന്മനസ് കാണിക്കാം. അത്രയും നമുക്ക് പറയാനുള്ളൂ. നമ്മൾ ഇപ്പുറത്താണ് ഇപ്പോൾ വീഡിയോ എടുത്തത്. ഇപ്പുറത്തും വ്യത്യാസമല്ല, അപ്പുറത്തും ആൾക്കാർ ക്യൂ ആണ്. ഇത് ഇവിടെ അല്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഏരിയയിൽ കാക്കനാടാണ് ഞങ്ങൾ നോർമലി പോകണം. അവിടെ പോയാലും അതെ, ഇതാണ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും അനുഭവമുള്ളതായിരിക്കും. എന്നാലും ഇതിനൊരു മാറ്റം വരാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ചേട്ടാ പേര്? ജമാൽ. നമ്മൾ മറ്റൊന്നുമല്ല, നമ്മളിപ്പോൾ അപ്പുറത്തും വീഡിയോ എടുത്തിരുന്നു. അപ്പോൾ ഞാനും ഇത് ഇങ്ങനെ പോയി ക്യൂ നിൽക്കുന്ന വ്യക്തിയാണ്. ഇനിയും പോകേണ്ടതുമാണ്. അപ്പോൾ അതിനൊരു മാറ്റം വരും. വരട്ടെ. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ ആ ബുദ്ധിമുട്ടൊന്ന് മാറാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ വീഡിയോ എടുക്കണം. അവിടെ ഇപ്പോൾ രാവിലെ തൊട്ട് ആൾക്കാർ മുദ്ര പേപ്പറിന് വേണ്ടി നിൽക്കണത്. അപ്പോൾ പറഞ്ഞാൽ അപ്പോഴും ഉറപ്പില്ലെന്ന്. സെർവർ ചിലപ്പോൾ കംപ്ലൈൻ്റ് ആവുക, അങ്ങനെ പല കാര്യങ്ങൾ പറയും. 7 മണിക്ക് വന്നിരിക്കണേ. അപ്പോൾ ഇപ്പോൾ പേപ്പർ കിട്ടുമെന്ന് അപ്പോഴും ഉറപ്പില്ല നമുക്ക്. ഇല്ല, സൈറ്റ് കിട്ടിയാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ വന്നതിന് ശേഷം അങ്ങനെ വെയിറ്റ് ചെയ്യണം. നല്ല ബുദ്ധിമുട്ടുണ്ട്. പത്രം അവൈലബിൾ അല്ലാത്തത് കൊണ്ട് വന്ന് ക്യൂ നിൽക്കണം. ഇനി സൈറ്റ് ഓൺ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. കാത്തു നിൽക്കാനുള്ള രക്ഷയില്ലല്ലോ. ജനങ്ങളുടെ ആവശ്യമാണ്. ഇത് എത്രയും വേഗം പരിഹരിക്കേണ്ട ഒരു ആവശ്യമാണ്. ശ്രദ്ധയിൽ വരണം. കാരണം എല്ലാവർക്കും ഈ ബുദ്ധിമുട്ടുണ്ട്.
നിൽക്കണവർ എന്താണ് ബിവറേജിൽ ക്യൂ നിൽക്കുക അല്ലെങ്കിൽ റേഷൻ കടയിൽ ക്യൂ നിൽക്കണ ഒരു കാഴ്ചയല്ല പുറകിൽ കാണുന്നത്. അവർ രാവിലെ 7 മണി തൊട്ട് അല്ലെങ്കിൽ അതിற்கு മുന്നേ വന്നിട്ട് ഇവിടെ മുദ്ര പേപ്പറിന് വേണ്ടി ക്യൂ നിൽക്കുന്നതാണ് കാണുന്നത്. പിന്നെ ഇതിനൊക്കെ ഒരു മാറ്റം വരട്ടെ എന്നൊരു പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നത്. എന്തായാലും ഇഷ്ടപ്പെട്ട, അതായത് നിങ്ങൾക്ക് മാറ്റം ആഗ്രഹിക്കുന്നവരായിരിക്കും, നിങ്ങൾ ഇതൊക്കെ അനുഭവിക്കണമായിരിക്കും, മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനൊക്കെ ഒരു മാറ്റം വരട്ടെ. എന്തായാലും അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.